നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ദൈവം എന്തിനാണ് നമുക്ക് നൽകിയതെന്ന്? നമ്മെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിവുള്ള ദൈവം എന്തുകൊണ്ട് ലോകത്ത് തിന്മയുടെ സാധ്യത നിലനിർത്താൻ കാരണമായ ഈ സ്വതന്ത്ര ഇച്ഛാശക്തി അനുവദിച്ചു? സ്നേഹബന്ധത്തിന്റെ മൂല്യം ദൈവം ആഗ്രഹിക്കുന്നത് നിർബന്ധിതമായ ഒരു അനുസരണത്തിൽ കൂടെയല്ല. ഒരു യന്ത്രം അതിന്റെ ഉടമയെ സേവിക്കുന്നത് പോലെ യാന്ത്രികമായ അനുസരണമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സ്നേഹമാണ്. സ്നേഹം അതൊരു തിരഞ്ഞെടുപ്പാണ്. ഒരാൾക്ക് മറ്റൊരാളെ സ്നേഹിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകണമെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന് പിന്മാറാനുള്ള സ്വാതന്ത്ര്യവും നൽകേണ്ടതായിട്ടുണ്ട്. പാപം ചെയ്യുവാനും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനും സാധ്യത ഉണ്ടായിട്ട് പോലും ദൈവത്തെ സ്വയം തിരഞ്ഞെടുക്കുന്ന നിമിഷമാണ് ഏറ്റവും മൂല്യമുള്ള സ്നേഹമായിട്ട് കണക്കാക്കപ്പെടുന്നത്. തിരഞ്ഞെടുക്കുവാനുള്ള ഈ കഴിവ് നൽകിയതിലൂടെ ദൈവം മനുഷ്യനെ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും കഴിവുള്ള ഒരു പങ്കാളിയായി ഉയർത്തി എന്നുള്ളതാണ് സത്യം. മനുഷ്യന്റെ ധാർമ്മിക കർമ്മശേഷി നിലനിൽക്കണമെങ്കിൽ അവന് സ്വതന്ത്ര ഇച്ഛാശക്തി കൂടിയേ തീരും. ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികളെ നന്മ അല്ലെങ്കിൽ തിന്മ എന്ന് വിളിക്കണമെങ്കിൽ അത് നിർബന്ധിതമല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പായിരിക്കണം. തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒന്നിനെ ന്യായവിധിക്ക് വിധേയമാക്കുന്നത് നീതിയായിട്ടുള്ള ഒരു കാര്യവുമല്ല. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾക്ക് നാം പൂർണ്ണ ഉത്തരവാദികളായി കണക്കാക്കപ്പെടണമെങ്കിൽ അതിനുവേണ്ടിയുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകണം. ഈ സ്വാതന്ത്ര്യത്തിലൂടെ നാം ദൈവത്തിന് മുന്നിൽ ധാർമ്മികമായിട്ട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകും. നാം ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുമ്പോൾ മാത്രമാണ് തിന്മ അവിടെ സംഭവിക്കുന്നത്. തിന്മയെ ദൈവം സൃഷ്ടിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. തിന്മ എന്നുള്ളത് നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യത്തെ തെറ്റായ ദിശയിലേക്ക് തിരിക്കുന്നതിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ സ്വാതന്ത്ര്യം നൽകിയതിലൂടെ ലോകത്ത് തിന്മ ഉണ്ടാകുവാനുള്ള സാധ്യത ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിലും അതിലൂടെ യഥാർത്ഥ സ്നേഹം സ്ഥാപിക്കപ്പെടാനുള്ള അവസരവും ദൈവം തുറക്കും. ദൈവം നമ്മെ റോബോട്ടുകളെ സൃഷ്ടിക്കാതെ സ്വതന്ത്രമായി സ്നേഹിക്കാനും ധാർമ്മികമായി വളരാനും കഴിവുള്ള മഹത്തായ സൃഷ്ടികളായാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യമാണ് നമ്മുടെ മഹത്വം. ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നന്മയെ തിരഞ്ഞെടുക്കുവാനും ദൈവത്തിന്റെ സ്നേഹത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ.